നാട്ടുവോട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ ലീഗിൽ കൂട്ടയടി. 4-ാം വാർഡ് മണ്ണത്ത് പറമ്പിലാണ് സംഭവം. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് കൂട്ടയടി നടന്നത്. ദൃശ്യങ്ങൾ മീഡിയ വണ്ണിൽ. ജംഷീർ കൊടുങ്ങി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിലാണ് ഈ വലിയ സംഘർഷവും കൂട്ടത്തല്ലും. എന്താണ് സംഭവിച്ചത്? എന്താണ് കാരണം? കേൾക്കാം. അതായത് മലപ്പുറം എടയൂർ പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടയടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് എടയൂർ പഞ്ചായത്ത് UDFന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അവിടെ UDF 4-ാം വാർഡിൽ മണ്ണത്തുപാറ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യാങ്കളി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് അവിടെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഹസൻ മുളയ്ക്കൽ എന്ന് പറയുന്ന ആളെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഹസൻ മുളയ്ക്കലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് രണ്ട് വിഭാഗം ചേരിതിരിഞ്ഞ് ആദ്യം വാക്കേറ്റമുണ്ടായി. പിന്നീട് വലിയ തരത്തിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ ഹസൻ മുളയ്ക്കൽ കഴിഞ്ഞ 10 വർഷമായി CPF-നൊപ്പം പ്രവർത്തിക്കുന്ന, അതായത് LDF-നൊപ്പം പ്രവർത്തിക്കുന്ന ആളായിരുന്നു. നേരത്തെ മുസ്ലിം ലീഗിലായിരുന്നു, പിന്നീട് 10 വർഷമായി CPF-നൊപ്പം പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ആ ആളെ CPM-ന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആൾ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ലീഗിലേക്ക് വരികയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ ആ വാർഡിൽ തന്നെയുള്ള ഗഫൂർ എന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ആവശ്യം. ആദ്യം ഇത് വാക്കേറ്റത്തിലേക്ക് പോയി, പിന്നീട് കയ്യാങ്കളിയായി, പിന്നീട് കസേരയായി, അങ്ങനെ വലിയ തരത്തിൽ ഇത് നിയന്ത്രിക്കാനെത്തിയ അല്ലെങ്കിൽ പിടിച്ചു മാറ്റാനെത്തിയ നേതാക്കന്മാരുൾപ്പെടെ പിന്നീട് ഈ സംഘർഷത്തിന്റെ ഭാഗമാവുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഔദ്യോഗിക നേതൃത്വം പറയുന്നത് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്ത് വരുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. പക്ഷെ മറുവിഭാഗം പറയുന്നത് ഇത്തരത്തിൽ LDF-നൊപ്പം പ്രവർത്തിച്ചു വന്ന ആളുകളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് മറുവിഭാഗം പറയുന്നത്. കാരണം പാർട്ടിക്ക് വേണ്ടി കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന അത്തരത്തിൽ സജീവമായുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരുണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള ആളുകളുമായി മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന ഒരു നിലപാടിലാണ് ഈ വിമതപക്ഷമുള്ളത്. അങ്ങനെ ആണ് ഇന്നലെ ഈ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ഉടൻ ഈ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.